കസുപോയി മേടിക്കാം. ഏത് കാശ്? അത് ഇറക്കിയാക്കി മേടിക്കാം. ഇത്തിരി പൈസ തരാൻ ബുദ്ധിമുട്ടാണ്. ഒന്നും മേടിക്കാം നമുക്ക്. അതിന്റെ മുന്നാധാരത്തിൽ വഴിയുണ്ട്. അവര് കേസ് കൊടുക്കുകയാണെങ്കിൽ അവരും കേസ് കൊടുത്തോട്ടെ. ഞാൻ പഠിച്ച കേസാ അത്. അപ്പൊ അതൊക്കെ എനിക്കറിയാം. ആക്സിഡന്റ്. എന്നും ഇവിടെ ആക്സിഡന്റ് ആണല്ലോ സാറേ, എന്ത് കഷ്ടമാണിത്. എങ്ങനെ ആക്സിഡന്റ് ഇല്ലാതിരിക്കും? ഇത് കണ്ടില്ലേ, വരുന്ന വണ്ടിക്കാർക്ക് കണ്ണു കാണുമോ? കെട്ടിടം ഇങ്ങോട്ട് ഇറങ്ങി കിടക്കുകയല്ലേ. അതന്നെ അതിന്റെ ശരി. ഇത് ഈ നട റോഡിൽ കൊണ്ടുവന്നിട്ട് ഈ കെട്ടിടം വെക്കാൻ ആരവർക്ക് പെർമിറ്റ് കൊടുത്തതെന്നുള്ളതാണ്. സാറേ, അവർക്കൊക്കെ പെർമിറ്റ് കിട്ടും. ഇതിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, കോടീശ്വരനാണ്. ഈ റോഡ് പോലെ അവർക്ക് വിലക്ക് മേടിക്കാം. അങ്ങനെ കോടീശ്വരന്മാർക്ക് വെറുതെ പെർമിറ്റ് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പെർമിറ്റ് കൊടുത്ത ആളുകൾ ആരാച്ചാ അവരെ ഞാൻ പിടിക്കും. ഒന്നും ചെയ്യാൻ പറ്റൂല സാറേ. ഇനി ഈ കെട്ടിടം പൊളിക്കാനുള്ള മാർഗം എന്താന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ കേട്ടാ. അതെ. ആരാ ഇതിന്റെ ആള് അറിയോ? ഇല്ല, എനിക്കറിയില്ലേ. മനുഷ്യ ജീവനൊന്നും ഒരു വിലയില്ല ഇവിടെ. ജീവനൊക്കെ വില. എത്ര തവണയാണെന്നറിയാമോ ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്നത്? ഇതിപ്പോ ആ പയ്യൻ എവിടെ ഉള്ളതാ? അടുത്തുള്ള പയ്യൻ തന്നെ, എനിക്കറിയാവുന്നതാണ്. ആണല്ലേ? ഇഷ്ടംപോലെ ബ്ലഡ് പോയി, ഇഷ്ടംപോലെ ചോര പോയിട്ടും. തടപൊട്ടിയായിട്ട് മുന്നേ ബ്ലഡ് വരാതിരിക്കും. നീ എന്താണ് ഈ പറയണത്? വലിയ ഉദ്യോഗസ്ഥന്മാരോ നമുക്കൊരു ചായ മേടിച്ചില്ല. ശമ്പളം എത്രയോ മേടിക്കും. ഹലോ, എവിടെ? അതിൻ്റെ ബുധനാഴ്ച ഉണ്ടാവും. പോന്നോളൂ. എന്താ ഉണ്ണി എന്നും ചായന്റെ അളവ് കുറഞ്ഞു വരികയാണല്ലോ? അല്ല, ചായപ്പടിക്ക് മനസ്സിലാക്കും വില കൂടുതലല്ലേ, അപ്പൊ ചായ കുറച്ചിട്ട് തരുള്ളൂ. നല്ല ചായ കുറച്ച് കുടിച്ചാൽ പോരെ സാറേ? 12 ഉറുപ്പ്യ കൊടുക്കില്ല നമ്മള്. 12 ഉറുപ്പ്യ കൊടുക്കുന്നല്ലോ ചായക്ക്. അതുകൊണ്ട് ചായ ഇത്ര ഇത് പള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണ്ടേ? ഒന്നും പറയണ്ട സാറേ, ചായക്കടക്കാരൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ചാപ്പാമ്പൂരി പിടിച്ചു. ഇതെന്താ ഇത്ര ചെറിയ പഴംപൊരി? എനിക്ക് വലുത് വേണം. ചെറുതാക്കി ഇത് വലുതാണല്ലോ. അത് എന്ത് കൊടുക്ക് മണ്ടൂര്? എനിക്ക് വലുത് മതി. ഏതെങ്കിലും ഒന്ന് പോയി മേടിക്കൽ. പിന്നെ മധുരം കുറച്ച് കുറവുണ്ടല്ലേ? മധുരം കുറച്ച് കുറവുണ്ട്. എങ്ങനെയൊക്കെ മനസ്സിലായി? ആ കുടിക്കുമ്പോ സാറിന്റെ ഒരു ബാബ ചലനങ്ങൾ കാണുമ്പോ മനസ്സിലാകുന്നുണ്ട്. സാറേ, പുറത്തുനിന്ന് ചായ മേടിക്കണം നഷ്ടട്ടോ. ഇവിടെ ഉണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിച്ചാൽ മതി, അതാ ലാഭം. നല്ല ലാഭമായിരിക്കും സാറേ. ചായ സാറേ, പഴംപൊരി. ഇത് എന്തൊരു എണ്ണയുടെ എന്റെ ഉണ്ണി. ഇത് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇത്ര എണ്ണയുള്ള പലഹാരം മേടിക്കണ്ട എനിക്ക്. ഇതൊരു കഷ്ടത ആലോചിച്ച് നോക്കിയത്. ഉണ്ണിയെ സാറിന് കൊളസ്ട്രോൾ ഉള്ളതാണ്, എണ്ണ ഉള്ളതൊന്നും കഴിക്കാൻ പറ്റൂല. ഇത് ഈ ഫായിരുന്നോ സാറേ?
എന്ത് പ്രാന്തത്തായി കാണിക്കണത്? എന്തൊരു കഷ്ടം! ആ ഫയലിന് പേപ്പർ എടുത്തിട്ട് പഴമ്പരി കൊടുത്തു. ഈ വന്ന് കീപ്പോട്ടാ പോണത് ഉണ്ണി. അല്ല സാറിന്റെ ആരോഗ്യം നോക്കണ്ടേ? വലിയ കഷ്ടം കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഇതെന്താ ചെയ്യാ? എന്താ കാട്ടണം? അക്ഷരം ചെക്ക് ചെയ്തിട്ടേ അതാ ഏതാ നോക്കിയിട്ട് അത് രണ്ടാമത് പ്രിന്റ് എടുക്കും. പ്രിന്റ് എടുക്കണം മാഡം. സാറേ ഓനെന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു കേട്ടോ. ആ അതിപ്പോ മനസ്സിലാവണല്ലോ. ഉണ്ണേ ഉണ്ണേ ആ ഒന്ന് വിടാ. ഒരു സ്വൈരം തരില്ല സാറേ. എന്താ വരവ് മണവാളുടെ മാതിരി വരവ്. സാറേ നമ്മുടെ ICU സെക്ഷനിലെ 4-ാം നമ്പർ ഫയൽ ഇരിക്കുന്നുണ്ട്. ICU സെക്ഷനോ? ICU അറിയില്ല? ഇല്ല. നമ്മളെ ഡേഞ്ചറസ് സെക്ഷനില്ലേ, അതിന്റെ പുതിയ പേരാണ് ICU അന്ന് പറഞ്ഞോട്. ഉണ്ണി വേറെ ആർക്കും മനസ്സിലാവാതിരിക്കാനേ നമുക്ക് മാത്രം അറിയണ പേരാണ് ICU. എന്താണ്? അത്രേ ഉള്ളൂ. മനസ്സിലായിട്ടൊന്നുമില്ല. ഇവിടെ അപകടകാരികളായിട്ടുള്ള ചില ഫയലുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ സൂക്ഷിച്ച് വേറെ റാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ആ സെക്ഷന് നമ്മൾ പറയുന്നതാണ് ICU. അത് നമ്മൾ വെറുതെ അറിയാൻ വേണ്ടിട്ടുള്ളതാ. അതെ അതെ. അവിടെ 4-ാം നമ്പർ ഫയൽ ഇരിക്കുന്നുണ്ട്. എത്ര? 4. ആ ഫയലും എടുത്തോണ്ട് പോവാ. അല്ല സാറേ, ഈ ICU സെക്ഷന്റെ അടുത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററും വേണ്ടി വരുമല്ലോ. മിക്കവാറും വേണ്ടി വരും. നിന്റെ തലയെ തല്ലി പിടിച്ചല്ലോ. അത് എടുത്തിട്ട് അത് എടുത്തുകൊണ്ട് കൊടുക്ക്. എത്രാമത്തെ ഫയലാണ്? 4 അല്ലേ? ചായ കുടിച്ചു. 4. എന്തിനു വന്നിട്ട് ആ ഗ്ലാസ് എടുക്കാൻ പോയത്. ചായ കഴിഞ്ഞ എന്താ ഓന്തിന്റെ പോലെ ഒന്നുണ്ട്. പോണ വഴി മറന്ന് പിന്നെ വേറെ എവിടേക്കൊക്കെ എങ്ങനെ അവനെ വീട്ടിൽ പൊറപ്പിക്കണാവോ? പഴമ്പരി വേണമായിരിക്കും. എക്സ്ക്യൂസ് മീ മാഡം, എനിക്കൊരു സൈറ്റ് പ്ലാനും ഒരു പെർമിറ്റും കാണണം. എന്താണ് സാറേ? നമസ്കാരം. നമസ്കാരം. എനിക്കൊരു പെർമിറ്റും ഒരു സൈറ്റ് പ്ലാനും ഒന്ന് കാണേണ്ടതുണ്ട്. ഏത് ബിൽഡിങ്ങിന്റെയാ? ആ പരിപ്പുന്തറ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ റോഡിലേക്ക് കയറിയിട്ട് ഒരു ബിൽഡിംഗ് ഇങ്ങനെ പണിതുയർത്തി വരുന്നുണ്ട്. അതിന്റെ അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഓണറുകളാ? ഓണർ ഞാനല്ല. പിന്നെ ഓണറിന്റെ ബന്ധുവറ്റാണോ? അല്ലല്ല, ബന്ധുവൊന്നുമല്ല. പിന്നെ എങ്ങനെ കാണിക്കാ? അല്ല, അതൊന്ന് കാണണം, അതാണ്. അല്ല, അത് ഈ റോഡിൽ കൂടെ പോണവർക്ക് മുഴുവനൊന്നും ഇപ്പൊ ഇവിടുത്തെ ഫയലിലെ രേഖയൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഇവിടെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സാറേ, ഇതിപ്പോ വഴി കൂടെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ കയറി ഇറങ്ങാവുന്ന ഒരു സ്ഥാപനമല്ലല്ലോ. ഇതൊരു നഗരസഭാ കാര്യാലയല്ലേ? അതൊക്കെ തന്നെയാണ്. എന്താ സംഭവം? എന്താണ്? എന്റെ പേര് സത്യശീലൻ എന്നാണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഈ പൊതുരംഗത്തുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ആ നിലയ്ക്ക് വന്നതാണ്. അതായത് ആ പരിപ്പുന്തറ ജംഗ്ഷനിൽ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മീറ്റർ 2 മീറ്റർ വരില്ല, 2 മീറ്ററിന്റെ ഉള്ളിലേ വരൂ. അപ്പൊ അങ്ങനെ അത് വെക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് പെർമിറ്റ് കൊടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അല്ല, അത് നമുക്ക് കണ്ടാലറിയാം. കണ്ടറിയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ പേപ്പേഴ്സ് കറക്റ്റ് ആവാതെ നമ്മള് ചെയ്തു കൊടുക്കും. വിഷയം എന്താണെന്നറിയാമോ സാറേ? അവിടെ നിരന്തരം അപകടങ്ങളാണ്. ഞാനിതപ്പോ ഒരു അപകടം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ വരുന്നത്. അതുകൊണ്ട് ഒന്നുമില്ല, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ കാണാൻ പറ്റില്ല. അത് അല്ല, അത് തരാൻ പറ്റൂല. അത് തരാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അത് കാണിക്കണത്. അതെങ്ങനെ കാണിക്കണം? അങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ഓണറോ അതിൽ ബന്ധപ്പെട്ട ആളുകളാണെങ്കിലേ കാണിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അല്ല, അതെ, നിയമപരമായിട്ട് അതിന്റെ റൂട്ട് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. പരിപ്പുന്തറയിലുള്ള ആ ബിൽഡിങ്ങിന്റെ പെർമിറ്റും സൈറ്റ് പ്ലാനും വിവരാവകാശ നിയമപ്രകാരം വാങ്ങിച്ചോളാം. ഓ, അതാവാം. അപ്പൊ ഇവിടെ അത് വരുമ്പോ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്താൽ മതി. അതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ശരി ശരി ശരി. ഫയലുള്ള സ്ഥലം എനിക്കറിയാലോ, ഞാൻ കൊണ്ടുവരാലോ. ICU പറ്റി. ഇല്ല സാറേ, അയാളൊരു പോയ്സൺ ആണ് കേട്ടോ ആള്. അല്ല സാറേ, ഇതിപ്പോ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ കൊടുക്കേണ്ടി വരില്ലേ? പെടൂലേ? അപ്പോ അതാണ് ഞാൻ ആലോചിക്കണത്. അല്ല സാറേ, അപ്പൊ വേറെ ആരും വന്ന് ചോദിക്കൂലെന്നല്ലേ സാർ അന്ന് എന്നോട് പറഞ്ഞേ? എങ്ങനെ ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചോ? എന്താ കാട്ടുക? നിങ്ങളിത് എന്നെ പേടിപ്പിക്കാതെ അതിനുള്ള വഴി എന്താന്ന് ആലോചിക്കുന്നത്. ഞാനിപ്പോ അത് ആലോചിക്കണത്.
ആയിട്ട് ഒരു കാളല്. ഞാനേ ഇന്ന് ലെറ്ററിൽ പോയിട്ട് വരാം കേട്ടോ. സത്യം പറയാ. ഇത്ര നേരം ഇപ്പൊ നിൽക്കണം. ഉണ്ണി, ആ സാറേ ഇത് ഇത്ര ആലോചിക്കാനൊന്നുമില്ല. എന്ത് ആ സാർ? 2 വയറുടെ തലപ്പ് ഒന്ന് ഇതാക്കി ഒന്ന് ഷാർപ്പാക്കി അത് എടുത്തിട്ട് അതായിട്ട് ജോയിൻ ചെയ്ത് അവിടെ കുത്തിയാൽ മതി. അത് അത്രേ ഉള്ളൂ. അതൊന്നുമല്ല സാറേ, കറണ്ടിന്റെ കടിയായത്. ഷോർട്ട് സർക്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രലും ഒരു ഫേസും തമ്മിൽ ഇതാ വെറുതെ ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ സംഭവം കത്തിപ്പോവും. ഒരു കണക്കുണ്ട്, കറണ്ടാണ്. എത്ര നേരം ഈ കളിക്കണത്? ശരി സാറേ, ഇതിനൊക്കെ അങ്ങോട്ട് കേട്ടോ. അന്നേ പറഞ്ഞു ഓഫീസ് മൊത്തം കത്തിക്കാം. ഒരു ഫയലിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട് ഓഫീസ് മൊത്തം ഒന്ന് കത്തിക്കട്ടെ, ഈ ഒരു ഫയൽ മാത്രം കത്തിച്ചാൽ മതി. സാറേ. പിടിച്ച് എന്താണ് ഇതിന്റെ ന്യൂട്രലും ഫേസും ഏതാണ് സാർ? ഈ ന്യൂട്രൽ ഫേസും അറിയാണ്ടാണ് ഈ ഇത്രയും നേരം അവിടെ നിന്ന് തിരിഞ്ഞു വിളിച്ചേ. എന്താ എന്റെ കഥ? ആന സാറേ, ഞാനും കുറച്ച് പൈസ മേടിച്ചതല്ലേ, അപ്പം അതിന്റെ ഒരു സ്നേഹം, ഒരു നന്ദി പ്രകടനം. പഞ്ചായത്ത് നടക്കൂല കേട്ടോ. ഇത് പിടിക്ക്, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. സാറ് വരി. ദേ ദാ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അത് നോക്കണോ? ഇത് ന്യൂട്രൽ ഫേസും എന്തൊക്കെ കാണിക്കണ ഈ ഇങ്ങോട്ട് നോക്ക്. ദാ ഈ ബ്ലാക്ക് ന്യൂട്രൽ ഉണ്ടാ, ഫേസ് ഇതാ ഒന്ന് കുത്തി കഴിഞ്ഞ് ഇന്ന കത്തിക്കാനോ നോക്കണോ അതിന്റെ ഫയൽ കത്തിക്കാനോ? എന്താണ് മറ്റേ തല ഇവിടെ നോക്ക്. ഇനി ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഇത് രണ്ടും കൂടി കണ്ട് ഇതിങ്ങോട്ട് ആക്കിയിട്ട് കണ്ടോ, സിമ്പിൾ ഇതാ കണ്ടോ. ഇതിപ്പോ ജോയിന്റ് ആയി സാറേ. ഇത് നമുക്ക് കത്തിക്കേണ്ട ഫയൽ ഇതാണ്. ഈ ഫയലിന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിപ്പോ ഉള്ളിലുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? രാത്രി വന്നിട്ട് ആ സ്വിച്ച് അങ്ങ് ഇട്ടാൽ മതി. അതിപ്പോ ഇടല്ലോ, ഒറ്റ അടിയാൻ തരും. ചേട്ടാ ഇപ്പോഴല്ല കത്തിക്കുന്ന, രാത്രിയാണ്. രാത്രി വരണ്ട സാറേ, ഞാൻ ആദ്യം സാബര. എന്ത് ബീബി സാറേ, ഇവൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അല്ല ഞാൻ നിൽക്കണോ നീ രാത്രി ഇവിടെ? എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു സ്വിച്ച് ആ സ്വിച്ച് ഇട്ടാ മതി. ഇങ്ങോട്ട് നോക്ക്, ഇതാണ് സ്വിച്ച്. ഇത് കണ്ടില്ലേ, ഈ ലാസ്റ്റിലെ സ്വിച്ച് ഇട്ടാ മതി. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. വല്ലാത്തൊരു സാധനം.